നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം ഹെഡ്ലൈൻസ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് 260.56 കോടിയുടെ കേന്ദ്ര സഹായം. തീരുമാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതാധികാര സമിതിയിൽ. സഹായം അനുവദിച്ചത് ദേശീയ ദുരന്ത ലഘൂകരണ നിധിയിൽ നിന്ന്. കേരളം ആവശ്യപ്പെട്ടത് 2221 കോടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ജനകീയ പ്രഖ്യാപനങ്ങൾക്കൊരുങ്ങി സംസ്ഥാന സർക്കാർ. ക്ഷേമ പെൻഷൻ 2000 രൂപയായി ഉയർത്താനാണ് നീക്കം. പ്രഖ്യാപനം ഈ മാസം തന്നെ. സർക്കാർ ജീവനക്കാർക്ക് 1 ഗഡു ക്ഷാമബത്ത് അനുവദിക്കുന്നതും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നതും പരിഗണനയിൽ. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ വൻ വഴിത്തിരിവ്. 2019 സ്വർണ്ണപ്പാളി ബംഗളൂരുവിലെ ശ്രീരാംപുര ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചെന്ന് ദേവസ്വം വിജിലൻസ്. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കങ്ങളിൽ അടിമുടി ദുരൂഹത. കൊണ്ടുപോയ സ്വർണ്ണപ്പാളിയല്ല തിരികെ എത്തിച്ചതെന്നും സംശയം. ആഗോള അയ്യപ്പ സംഗമ സമയത്ത് വിവാദമുണ്ടാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് മന്ത്രി VN വാസവൻ. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ ബിനാമിയെന്ന് പ്രതിപക്ഷ നേതാവ്. കരൂർ ദുരന്തത്തിന് പിന്നാലെ വിജയുടെ സംസ്ഥാന പര്യടനം താൽക്കാലികമായി നിർത്തിവെച്ചെന്ന് TVK. പ്രതി ചേർത്തതിന് പിന്നാലെ TVK ജനറൽ സെക്രട്ടറി N ആനന്ദ് ഒളിവിൽ. 3 സംഘങ്ങളായി തിരിഞ്ഞ് പോലീസിന്റെ അന്വേഷണം. ദുരന്തശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഫോണിൽ വിളിച്ചെങ്കിലും വിജയ് സംസാരിക്കാൻ തയ്യാറായില്ലെന്ന് TVK കേന്ദ്രങ്ങൾ. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 3% ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു. തീരുമാനത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. വർധന നടപ്പാക്കുന്നത് മുൻകാല പ്രാബല്യത്തോടെ. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവെന്ന് പരാതി. കാലിൽ മുറിവുമായി എത്തിയ രോഗിയുടെ വിരലുകൾ മുറിച്ചുമാറ്റിയെന്ന ആക്ഷേപം. ബന്ധുക്കളുടെയോ രോഗിയുടെയോ അനുമതി തേടിയില്ല എന്നും ആരോപണം. ബന്ധുക്കൾ വിവരമറിഞ്ഞത് 2 ദിവസത്തിനു ശേഷം. പരാതിയുമായി എത്തിയത് കുത്തിയത്തോട് സ്വദേശി സീനത്ത്. സർക്കാർ ചെലവുകൾക്കുള്ള വാർഷിക ധനവിനിയോഗ ബിൽ പാസാക്കാത്തതോടെ അമേരിക്കയിൽ അടച്ചുപൂട്ടൽ. ജീവനക്കാരുടെ ശമ്പളം മുടങ്ങും. അവശ്യ സേവനങ്ങൾ ഒഴികെ അമേരിക്കൻ സർക്കാർ സേവനങ്ങൾ സ്തംഭിച്ചു. ഭാഗിക അടച്ചുപൂട്ടൽ 6 വർഷത്തിനിടെ ആദ്യമായി. ആലപ്പുഴയിൽ അമ്മയെ 17-കാരിയായ മകൾ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ആക്രമണത്തിന് കാരണമായത് ഫോൺ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം. കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ അമ്മ വണ്ടാനം മെഡിക്കൽ കോളേജിൽ. ആക്രമണത്തിനിരയായത് മഹിളാ കോൺഗ്രസ് നേതാവ്. CPI സംസ്ഥാന ഘടകത്തിന് ഇനി ത്രിതല സംഘടനാ സംവിധാനം. സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവും കൌൺസിലും പ്രവർത്തിക്കും. സത്യൻ മൊകേരിയും PP സുനീറും അസിസ്റ്റന്റ് സെക്രട്ടറിമാർ. VS സുനിൽകുമാർ ഉൾപ്പെടെ എക്സിക്യൂട്ടീവിൽ 7 പുതുമുഖങ്ങൾ. ശബ്ദരേഖാ വിവാദത്തിൽ ഉൾപ്പെട്ട കമലാ സദാനന്ദനും KM ദിനകരനും എക്സിക്യൂട്ടീവിൽ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തി ഗവർണറും മന്ത്രി VN വാസവനും. 30 വർഷം തുടർച്ചയായ ഒരു സംഘടനയെ നയിക്കുക എന്നത് ചെറിയ കാര്യമല്ല എന്ന് ഗവർണർ. വെള്ളാപ്പള്ളി പകരക്കാരനില്ലാത്ത അമരക്കാരനെന്ന് മന്ത്രി VN വാസവൻ. അവസാന ശ്വാസം വരെ SNDPക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസിലും കുറ്റപത്രം സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. ബലാത്സംഗത്തിന് തെളിവുകളുണ്ടെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. യുവ ഡോക്ടറുടെ പരാതിയിൽ തൃക്കാക്കര പോലീസ് കേസെടുത്തത് ജൂലൈ 31-ന്. തമിഴ്നാട് തിരുവണ്ണാമലയിൽ നടുക്കുന്ന ക്രൂരത. വാഹന പരിശോധനയ്ക്കിടെ യുവതിയെ പോലീസ് ഉദ്യോഗസ്ഥർ ബലാത്സംഗം ചെയ്തു. സംഭവത്തിൽ പോലീസ് കോൺസ്റ്റബിൾമാരായ സുരേഷ് രാജ്, സുന്ദർ എന്നിവർ അറസ്റ്റിൽ. റിപ്പോ നിരക്ക് മാറ്റാതെ RBI 5.5% തുടരും. ഭവന വാഹന വായ്പകളുടെ ഉൾപ്പെടെ പലിശ നിരക്കിൽ മാറ്റമുണ്ടാവില്ല. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ചാ പാതയിലെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് അബിൻ വർക്കിക്കായി I ഗ്രൂപ്പ്. അബിൻ വർക്കിയെ അധ്യക്ഷനാക്കാൻ സൈബർ ഇടങ്ങളിൽ സമ്മർദ്ദം ശക്തമാക്കാൻ നിർദ്ദേശം. അബിനെ അധ്യക്ഷനാക്കിയില്ലെങ്കിൽ കൂട്ടരാജിക്കും ആഹ്വാനം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരുൺ പാലക്കുറിശിയുടെ ശബ്ദ സന്ദേശം 24-ന്. GST പരിഷ്കരണത്തിന്റെ ഭാഗമായി പൂജാ ബമ്പർ ലോട്ടറിയുടെ സമ്മാനങ്ങൾ കുറച്ചു. 10 ലക്ഷം രൂപയുടെ 3-ാം സമ്മാനം 5 ലക്ഷം രൂപയായി കുറച്ചു. ടിക്കറ്റ് വിലയായ 300 രൂപയിൽ മാറ്റമില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനായി പുതിയ PR ഏജൻസി. ബംഗളൂരു ആസ്ഥാനമായ കമ്പനിയെ മാറ്റി കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലെൻസ്ട്രാക്ക് എന്ന ഏജൻസിക്ക് ചുമതല കൈമാറി. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള കരാറിന്റെ പ്രതിമാസ ചെലവ്
40 മുതൽ 45 ലക്ഷം രൂപ വരെ. രാഹുൽ ഗാന്ധിക്കെതിരായ കൊലവിളി പരാമർശത്തിൽ BJP നേതാവ് പ്രിന്റു മഹാദേവിനെ തള്ളി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പ്രസ്താവനയോട് യോജിക്കുന്നില്ല എന്നും പ്രിന്റുവിന്റേത് പാർട്ടി നിലപാടല്ല എന്നും വിശദീകരണം. കൊല്ലം ആയൂരിൽ KSRTC ബസ്സിനുള്ളിൽ ഗതാഗത മന്ത്രിയുടെ മിന്നൽ പരിശോധന. ബസ്സിനുള്ളിൽ കാലി പ്ലാസ്റ്റിക് കുപ്പികൾ കണ്ടതോടെ പൊട്ടിത്തെറിച്ച് മന്ത്രി. ഉത്തരവുകൾ പാലിക്കാത്ത ജീവനക്കാർക്കെതിരെ കർശന നടപടിയെന്ന് KB ഗണേഷ് കുമാർ. ലഡാക്ക് സമര നേതാവ് സോനം വാങ്ചുക്കിന്റെ അറസ്റ്റിൽ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കത്ത് നൽകി ഭാര്യ ഗീതാഞ്ജലി ആങ്മോ. വാങ്ചുക്കിനെ മോചിപ്പിക്കണം എന്നാണ് ആവശ്യം. വാങ്ചുക്കിന്റെ ആരോഗ്യനിലയിൽ ആശങ്കയെന്നും കത്തിൽ. കൈക്കൂലി കേസിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്ത KN കുട്ടമണിയെ പദവിയിൽ നിന്ന് നീക്കം. കേരള സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ വിപണന ക്ഷേമ വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ മന്ത്രി OR കേളു നിർദ്ദേശം നൽകി. തൃശൂർ ചേറ്റുവയിൽ 5000 കിലോ മത്സ്യം പിടിച്ചെടുത്ത് ഫിഷറീസ് വകുപ്പ്. മുന്നറിയിപ്പ് വകവയ്ക്കാതെ പിടികൂടിയ മത്തിക്കുഞ്ഞുങ്ങളെയാണ് വള്ളത്തിൽ നിന്ന് പിടിച്ചെടുത്തത്. തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് വീട്ടിൽ പൊട്ടിത്തെറി. പരിക്കേറ്റ 2 പേർ ആശുപത്രിയിൽ. വീട്ടുപകരണങ്ങൾ ചിന്നിച്ചിതറിയ നിലയിൽ. ഇലക്ട്രിക് വയറുകൾ കത്തിനശിച്ചു. ചുവരുകൾ വിണ്ടുകീറി. പൊട്ടിത്തെറിക്ക് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് സംശയം. വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക വില വർദ്ധിപ്പിച്ചു. വാണിജ്യ സിലിണ്ടറിന് 16 രൂപ കൂട്ടി. 19 കിലോയുടെ സിലിണ്ടറിന് 1603 രൂപയായി. ഗാർഹിക പാചകവാതക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. സ്കൂൾ അവധിയാണെങ്കിലും എല്ലാ സ്കൂളുകളിലും മുഖ്യമന്ത്രിയുടെ ഗാന്ധി ജയന്തി സന്ദേശം എത്തിക്കണമെന്ന് സർക്കുലർ. ഓരോ വിദ്യാർത്ഥിക്കും സന്ദേശം ലഭിച്ചു എന്ന് ഉറപ്പാക്കണമെന്ന് സർക്കുലർ. നവരാത്രി അവധിയായതിനാൽ എങ്ങനെ വിതരണം ചെയ്യുമെന്നറിയാതെ അധ്യാപകർ. ബീഹാറിലെ അന്തിമ വോട്ടർ പട്ടികയിൽ പ്രതികരണവുമായി പ്രതിപക്ഷം. വോട്ടേഴ്സിനെ കൂട്ടത്തോടെ ഒഴിവാക്കാനുള്ള BJPയുടെ ശ്രമം പരാജയപ്പെട്ടെന്ന് മഹാസഖ്യം. രേഖകൾ തെളിയിക്കാൻ നോട്ടീസ് അയച്ച 3 ലക്ഷം വോട്ടർമാർക്ക് എന്ത് സംഭവിച്ചുവെന്ന് വ്യക്തതയില്ല എന്ന് CPI-ML. 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി വീണ്ടും സിനിമാ ലൊക്കേഷനിൽ. മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനെത്തി. പ്രാർത്ഥനകൾ ഫലം കണ്ടെന്ന് മമ്മൂട്ടി. ക്രിമിനൽ കേസ് പ്രതികളായാൽ കോളേജുകളിൽ അഡ്മിഷൻ ഇല്ല എന്ന തീരുമാനവുമായി കേരള സർവകലാശാല വൈസ് ചാൻസലർ മുന്നോട്ട്. എല്ലാ കോളേജുകൾക്കും സർവകലാശാല സർക്കുലർ അയച്ചു. ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾ സത്യവാങ്മൂലം നൽകണം. കൊല്ലം പുനലൂർ ആളുകേറ മലയിലെ ദുരൂഹ കൊലപാതകത്തിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചെന്ന് പോലീസ്. കാണാതായ 4 പേരുടെ വിവരങ്ങൾ ലഭിച്ചു. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചും അന്വേഷണം. ഗസയിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ സൈന്യം. ഗസ നഗരത്തെ സൈന്യം വളഞ്ഞതായി പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കട്സ്. വയനാട് ചീരാൽ മേഖലയിൽ ഭീതി പരത്തിയ പുലി ഒടുവിൽ കൂട്ടിലായി. പുലി കുടുങ്ങിയത് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ. നെന്മേനി പുളിഞ്ചാലിൽ പുലിയുടെ ആക്രമണത്തിൽ പശു ചത്തത് ഇന്നലെ. കൊച്ചി തീരത്ത് മീൻപിടുത്തത്തിന് പോയ വള്ളത്തിൽ കപ്പലിടിച്ചു. പ്രത്യാശ എന്ന വള്ളത്തിലാണ് കപ്പലിടിച്ചത്. മത്സ്യത്തൊഴിലാളികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കോഴിക്കോട് പയ്യാനക്കലിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലെ പ്രതി സിനാൻ അലി യൂസഫിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ലൈംഗിക ചൂഷണത്തിന് ഉപയോഗിക്കാനാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. കർണാടക പോലീസിനെ കരിങ്കല്ലുകൊണ്ട് തലക്കടിച്ച കേസിൽ പ്രതിയാണ് സിനാനെന്നും പന്നിയങ്കര പോലീസ്. ആലപ്പുഴയിൽ യുവതിയെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം. അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് ശ്രമം. സംഭവത്തിൽ ആലപ്പുഴ സ്വദേശി ജോസ് പിടിയിൽ. എറണാകുളം ഇടപ്പള്ളി പള്ളിക്ക് മുമ്പിൽ ഗുണ്ടാ സംഘങ്ങളുടെ ഏറ്റുമുട്ടൽ. തൃശൂരിലെ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. എളമക്കര പോലീസ് അന്വേഷണം തുടങ്ങി. സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ 24-ന്. പ്രശസ്ത മേക്കപ്പ് മാൻ വിക്രമൻ നായർ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. മെറിലാൻഡ് സിനിമാസിന്റെയും പ്രിയദർശൻ, വേണു നാഗവള്ളി, ശ്രീകുമാരൻ തമ്പി എന്നിവരുടെ സിനിമകളിലെയും സ്ഥിരം മേക്കപ്പ് മാൻ ആയിരുന്നു. എറണാകുളം ഗാന്ധി പ്രതിമയ്ക്ക് സമീപമുള്ള പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലെ മരത്തിൽ കണ്ട പെരുമ്പാമ്പിനെ പിടികൂടി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ദൗത്യം പൂർത്തിയാക്കിയത് 10 മണിക്കൂറിലധികം നീണ്ട നിരീക്ഷണത്തിന് ശേഷം. പെരുമ്പാമ്പിനെ ഇടപ്പള്ളിയിലെ സോഷ്യൽ ഫോറസ്ട്രിയിലേക്ക് മാറ്റും. കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ നിർമ്മിക്കുന്ന A. രാമചന്ദ്രൻ മ്യൂസിയം ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനാകും. ചടങ്ങിൽ A. രാമചന്ദ്രന്റെ ഭാര്യയും ചിത്രകാരിയുമായ ടാൻ യുവാൻ ചാമേലി മുഖ്യാതിഥിയാകും. മലപ്പുറം തിരൂരിൽ 74.5 ലിറ്റർ വിദേശ മദ്യവുമായി തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ. എക്സൈസ് പിടികൂടിയത് കടലൂർ സ്വദേശി കുമരേശനെ.
എറണാകുളം അങ്കമാലിയിൽ ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ഭർത്താവ് അറസ്റ്റിൽ. മൂക്കന്നൂർ സ്വദേശി ജിനുവാണ് അറസ്റ്റിലായത്. കോഴിക്കോട് നിന്നാണ് പ്രതിയെ പിടികൂടിയത്. തൃശൂർ കുന്നംകുളത്ത് 3 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. അഭിഷേക് അഞ്ജലി ദമ്പതികളുടെ പെൺകുഞ്ഞാണ് മരിച്ചത്. പാല് തൊണ്ടയിൽ കുടുങ്ങിയാണ് മരണമെന്ന് സംശയം. അതിരപ്പള്ളിയിൽ കാലിൽ പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സ നൽകി വിട്ടയച്ച കാട്ടാന അവശനിലയിൽ. കുതിരാംതോട് ജനവാസ മേഖലയിലെ ലയങ്ങൾക്ക് സമീപമാണ് ആനയെ കണ്ടെത്തിയത്. ആനയെ നിരീക്ഷിക്കാൻ ജീവനക്കാരെ ചുമതലപ്പെടുത്തി. കേരള ലോ അക്കാദമി ലോ കോളേജിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിച്ചു. ഡോക്ടർ KC സണ്ണി ഉദ്ഘാടനം ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ വെളിച്ചത്തിൽ പരിസ്ഥിതി, കാലാവസ്ഥ, മനുഷ്യജീവിത സാഹചര്യങ്ങൾ എന്ന വിഷയത്തിലായിരുന്നു സമ്മേളനം. തിരുവനന്തപുരത്ത് ഓട്ടോ ഡ്രൈവറെയും കുടുംബത്തെയും കാണാനില്ല എന്ന് പരാതി. മുട്ടത്തറ പൊന്നറ സ്വദേശികളായ രമേശ്, ഭാര്യ അഞ്ജു, മകൾ അഹല്യ എന്നിവരെയാണ് കാണാതായത്. കഴിഞ്ഞ 24-ാം തീയതി മുതൽ കാണാതായി എന്നാണ് ബന്ധു പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. പാലക്കാട് കോങ്ങാട് പഞ്ചായത്തിൽ പുതുതായി ആരംഭിക്കുന്ന ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ അധ്യാപക തസ്തികയിലേക്ക് അപേക്ഷ നൽകാം. അപേക്ഷകർ ഈ മാസം 10-നകം പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷകൾ നൽകണം. അസാബ് കേരള പാലയാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജനറൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC പാസ്സായവർക്ക് അപേക്ഷ നൽകാം. എറണാകുളം മുളന്തുരുത്തി പിറവം റോഡ് റെയിൽവേ സ്റ്റേഷനിടയിലെ കാഞ്ഞിരമറ്റം റെയിൽവേ ഗേറ്റ് ഇന്ന് മുതൽ 3 ദിവസത്തേക്ക് അടച്ചിടും. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണിവരെയാണ് നിയന്ത്രണം. പാലക്കാട് അലനല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഓഫീസിൽ ഫുൾ ടൈം മീനിയൽ താൽക്കാലിക ഒഴിവ്. അഭിമുഖം മറ്റന്നാൾ രാവിലെ 11 മണിക്ക് നടക്കും. മലപ്പുറം കാപ്പാൽ കാരാട് GHSSൽ മലയാളം ഇംഗ്ലീഷ് അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 6-ന്. കാസർഗോഡ് GVHSS ഫോർ ഗേൾസ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കമ്പ്യൂട്ടർ സയൻസ് HSST ഒഴിവ്. അഭിമുഖം ഒക്ടോബർ 6-ന് സ്കൂൾ ഓഫീസിൽ. നോക്കാമിനി ദേശീയ വാർത്തകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ബീഹാറിൽ 6% വോട്ടുകൾ കുറഞ്ഞു. അന്തിമ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചത് 7.42 കോടി വോട്ടർമാർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നീക്കം ചെയ്യപ്പെട്ട വിദേശികളുടെ എണ്ണം നാമമാത്രമെന്നും കണക്കുകൾ. ബോളിവുഡ് ഗായകൻ സുബീൻ ഗാർഗിന്റെ മരണത്തിൽ മാനേജരും സിംഗപ്പൂരിലെ പരിപാടി സംഘാടകനും അറസ്റ്റിൽ. മാനേജർ സിദ്ധാർത്ഥ ശർമ്മയെ 14 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. ലേയിൽ നിയന്ത്രണങ്ങൾക്ക് ഇളവ്. രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണിവരെ കടകൾ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി. ഇന്റർനെറ്റ് സേവനം ഈ മാസം 3 വരെ നീട്ടി. മാവോയിസ്റ്റ് നടപടിയുടെ പേരിൽ സുരക്ഷാ സേനയുടെ അടിച്ചമർത്തൽ എന്നാരോപിച്ച് ബന്ദിനാഹ്വാനം. CPI മാവോയിസ്റ്റ് സംഘടനയാണ് ഈ മാസം 15-ന് ബന്ദിനാഹ്വാനം ചെയ്ത്. ജാർഖണ്ഡ്, ബീഹാർ, പശ്ചിമബംഗാൾ, അസം, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ബന്ദ്. ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ ഡൽഹി ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റ് മുൻ ഡയറക്ടർ സ്വാമി ചൈതന്യാനന്ദ പെൺകുട്ടികൾക്ക് അയച്ച മെസ്സേജുകൾ പുറത്ത്. പെൺകുട്ടികളെ വിദേശത്തേക്ക് കടത്താൻ ചൈതന്യാനന്ദ ശ്രമിച്ചുവെന്ന് കണ്ടെത്തൽ. RSSന്റെ 100-ാം വാർഷികാഘോഷവേദിയിൽ പ്രധാനമന്ത്രി പ്രത്യേക തപാൽ സ്റ്റാമ്പും നാണയവും പുറത്തിറക്കി. ഡൽഹിയിലെ സ്കൂളുകളിൽ RSS ചരിത്രം പാഠ്യവിഷയമാക്കാൻ തീരുമാനം. നടപടി രാഷ്ട്രനീതി പരിപാടിയുടെ ഭാഗമായി. തമിഴ്നാട് എണ്ണൂർ താപവൈദ്യുത നിലയത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെയുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി. അസം സ്വദേശികളാണ് മരിച്ചത്. അപകടത്തിൽ സബ് കോൺട്രാക്ടർക്കെതിരെ കേസെടുത്തു. മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്ന് തൊഴിലാളി മരിച്ചു. 5 പേർക്ക് പരിക്ക്. ഡൽഹിയിൽ എയർലൈൻസ് തട്ടിപ്പ് സംഘം പിടിയിൽ. ഇൻഡിഗോ എയർലൈൻസിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച മൊബൈൽ ഫോണും സിം കാർഡും പിടിച്ചെടുത്തു. ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന ഉത്തർപ്രദേശ് മുൻ മന്ത്രി ഗായത്രി പ്രസാദ് പ്രജാപതിക്ക് നേരെ സഹതടവുകാരന്റെ ആക്രമണം. വടികൊണ്ടുള്ള ആക്രമണത്തിൽ പ്രജാപതിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. നോക്കാമിനി രാജ്യാന്തര വാർത്തകൾ. ട്രംപിന്റെ സമാധാന പദ്ധതി പലസ്തീൻ ജനതയുടെ താൽപര്യങ്ങൾ അവഗണിക്കുന്നതാണെന്ന് ഹമാസ് നേതാവ്. നിരായുധീകരണത്തിന് ഹമാസ് വഴങ്ങില്ല എന്നും റിപ്പോർട്ടുകൾ. സമാധാന പദ്ധതി അംഗീകരിച്ചത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നയതന്ത്ര പരാജയമെന്ന് ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷക്കാർ. യുദ്ധം അവസാനിപ്പിച്ചാൽ സർക്കാരിലെ സഖ്യം വിടുമെന്ന് ബെസലേൽ സ്മോട്രിച്ചും ഇറ്റാമർ ബെൻഗുരും.
റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യയിലേക്ക്. സന്ദർശനം ഡിസംബർ 5, 6 തീയതികളിലെന്ന് റിപ്പോർട്ടുകൾ. മധ്യ ഫിലിപ്പൈൻസിലെ സെബു മേഖലയിലുണ്ടായ ഭൂചലനത്തിൽ 69 മരണം. ഭൂകമ്പമുണ്ടായത് ഇന്നലെ രാത്രി പ്രാദേശിക സമയം 10 മണിയോടെ. റിക്ടർ സ്കെയിലിൽ 6.9 തീവ്രത രേഖപ്പെടുത്തി. ഇന്തോനേഷ്യയിൽ സ്കൂൾ കെട്ടിടം തകർന്ന് 3 പേർ കൊല്ലപ്പെട്ടു. 91 പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി. 2 ദിവസം മുമ്പാണ് അപകടം. സൗദിയിൽ വിസിറ്റ് വീസക്കാർക്കും ഇനി ബാങ്ക് അക്കൗണ്ട് തുറക്കാം. സൗദി സെൻട്രൽ ബാങ്കാണ് ഇക്കാര്യം അറിയിച്ചത്. കൂടുതൽ വിദേശ സന്ദർശകരെ ആകർഷിക്കുകയാണ് ലക്ഷ്യം. ഗസയിലേക്ക് ഭക്ഷ്യവസ്തുക്കളുമായി പോകുന്ന ഗ്ലോബൽ സമുദ്ര ഫ്ലോട്ടില കപ്പൽ സഞ്ചയത്തിനുള്ള സുരക്ഷ പിൻവലിച്ച് ഇറ്റാലിയൻ നാവികസേന. ഗ്രെറ്റ തുൻബർഗ് അടക്കമുള്ളവരോട് ഇസ്രയേൽ നിർദ്ദേശം അനുസരിക്കണമെന്ന് ഇറ്റലി. മൊറോക്കോയിൽ യുവാക്കളുടെ പ്രതിഷേധം. മെച്ചപ്പെട്ട വിദ്യാഭ്യാസ, ആരോഗ്യ, സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം 4ാം ദിവസത്തിലേക്ക് കടന്നു. പലയിടങ്ങളിലും സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടൽ. തീരുവ യുദ്ധത്തിനിടെ മോദി ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുന്നു. അടുത്ത മാസം നടക്കുന്ന ആസിയാൻ ഉച്ചകോടിക്കിടെ ഇരു നേതാക്കളും ചർച്ച നടത്താൻ സാധ്യത. ഒക്ടോബർ 26, 27 തീയതികളിൽ മലേഷ്യയിലാണ് ഉച്ചകോടി. സ്വർണ്ണവില ചരിത്രത്തിലാദ്യമായി 87,000-ലെത്തി. പവന് 440 രൂപ കൂടി. ഒരു പവൻ സ്വർണ്ണത്തിന് 87,440 രൂപയായി. ഇന്ന് 2 തവണയാണ് സ്വർണ്ണത്തിന് വില കൂടിയത്. ബാങ്കിൽ നിന്ന് ചെക്ക് മാറിയെടുക്കുന്ന നടപടി വേഗത്തിലാക്കാനുള്ള പുതിയ സംവിധാനം ഈ മാസം 4 മുതൽ നടപ്പാക്കുമെന്ന് RBI. EV വിപണിയിൽ പുതിയ സ്റ്റാൻഡേർഡ് സൃഷ്ടിച്ച് ഇന്ത്യ. ഇന്ത്യൻ കമ്പനിയായ OSM ലോകത്തിലെ ആദ്യ ഡ്രൈവറില്ലാത്ത 3 വീലർ വാഹനം പുറത്തിറക്കി. AI അടിസ്ഥാനമാക്കിയുള്ള പുനഃസംഘടനയുടെ ഭാഗമായി ആക്സെഞ്ചർ പിരിച്ചുവിട്ടത് 11,000 ജീവനക്കാരെ. AIയിൽ പരിശീലനം നൽകാൻ കഴിയാത്ത ജീവനക്കാരെയാണ് കമ്പനി പിരിച്ചുവിട്ടത്. ഏറ്റവും പുതിയ മോഡലായ UFO വാച്ചുകൾ പുറത്തിറക്കി ഫാസ്റ്റ് ട്രാക്ക്. 5,995 രൂപ മുതൽ 6,895 രൂപ വരെയാണ് പുത്തൻ മോഡലിന്റെ വില. നോക്കാമിനി കായിക വാർത്തകൾ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മോസിൻ നഖ്വിയെ ഇംപീച്ച് ചെയ്യാൻ നീക്കം തുടങ്ങി BCCI. ഏഷ്യ കപ്പ് ട്രോഫി ഇന്ത്യക്ക് നൽകാത്തതിനാലാണ് നീക്കം. ICC T20 ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ പുതുചരിത്രമെഴുതി ഇന്ത്യൻ താരം അഭിഷേക് ശർമ്മ. സർവകാല റെക്കോർഡായ 931 പോയിന്റുമായി 1ാം സ്ഥാനത്ത് തുടരുന്നു. ഓസ്ട്രേലിയ എക്കെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ എക്ക് 171 റൺസിന്റെ വമ്പൻ ജയം. 414 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 242-ന് ഓൾ ഔട്ടായി. ശ്രേയസ് അയ്യരുടെയും പ്രിയാൻഷ് ആര്യയുടെയും സെഞ്ചുറികളാണ് ഇന്ത്യക്ക് വമ്പൻ ജയം ഒരുക്കിയത്. UEFA ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഇന്ന് ബാഴ്സലോണ PSG വമ്പൻ പോരാട്ടം. മാഞ്ചസ്റ്റർ സിറ്റി, ആഴ്സണൽ ടീമുകൾക്കും ഇന്ന് മത്സരമുണ്ട്. രാത്രി 12:30-ക്കാണ് എല്ലാ മത്സരങ്ങളും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കം. അഹമ്മദാബാദിലാണ് ആദ്യ മത്സരം. സൂപ്പർ ലീഗ് കേരള 2ാം സീസണിന് നാളെ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ കാലിക്കറ്റ് FC ഫോഴ്സാക് കൊച്ചിയെ നേരിടും. രാത്രി 8-ന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. നോക്കാമിനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. ചെറിയ ഇടവേളയ്ക്ക് ശേഷമുള്ള മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ആഘോഷമാക്കി ആരാധകർ. നന്ദി അറിയിക്കാൻ വാക്കുകളില്ല, ക്യാമറ വിളിക്കുന്നു എന്ന തലക്കെട്ടോടെ പങ്കുവച്ച ചിത്രം ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. ബഹ്റൈൻ ഇന്ത്യൻ മീഡിയ അവാർഡ് 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടത്തിന്. ബഹ്റൈൻ മലയാളി കൂട്ടായ്മയും ഹാപ്പി ഹാൻഡ്സും ചേർന്ന് ജനപ്രിയ റിപ്പോർട്ടർക്കൊരുക്കിയ പുരസ്കാരത്തിനാണ് ദീപക് ധർമ്മടം അർഹനായത്. 1,01,000 രൂപയാണ് അവാർഡ് തുക. ഈ മാസം 17-ന് ബഹ്റൈൻ ഇന്ത്യൻ ക്ലബ്ബിൽ പുരസ്കാരം വിതരണം ചെയ്യും. ലോക പ്രീമിയറിനൊരുങ്ങി സജിൻ ബാബു റിമ കല്ലിങ്കൽ ചിത്രം തിയേറ്റർ മിത്ത് ഓഫ് റിയാലിറ്റി. IX യാൾട്ട അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ യുറേഷ്യൻ ബ്രിഡ്ജ് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ വിഭാഗത്തിൽ ലോക പ്രീമിയറിലെത്തുന്നത് ഈ മാസം 7-ന്. റിമ കല്ലിങ്കൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രം ആഗോളതലത്തിൽ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. നോക്കാമിനി ഫാക്ട് ചെക്ക്. കരൂർ ദുരന്തത്തിന് പിന്നാലെ തമിഴ്നാട്ടിൽ TVKയുടെ കൊടിമരങ്ങൾ നശിപ്പിക്കുന്നു എന്ന തരത്തിൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ ജനങ്ങൾ പണി തുടങ്ങിയെന്ന തലക്കെട്ടോടെയാണ് ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത്. എന്നാൽ പൊതുസ്ഥലത്ത് സ്ഥാപിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിമരങ്ങൾ നീക്കം ചെയ്യാനുള്ള ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ജൂണിൽ സർക്കാരാണ് കൊടിമരം പൊളിച്ചു നീക്കിയത്. നാളെ അറിയാം.
നാളെ വിജയദശമി. വിദ്യാരംഭ ചടങ്ങുകൾക്കൊരുങ്ങി ക്ഷേത്രങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും. പുലർച്ചെ മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ തുടങ്ങും. തിരൂർ തുഞ്ചൻപറമ്പിലെ വിദ്യാരംഭം ദിനാഘോഷത്തിന്റെ ഭാഗമായി നാളെ പുലർച്ചെ മുതൽ തിരൂർ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. പുലർച്ചെ 2 മണി മുതൽ 12 മണി വരെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് തിരൂർ, BP അങ്ങാടി, ചമ്രവട്ടം ഭാഗങ്ങളിൽ. തൃശൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കുറ്റിപ്പുറം, വളാഞ്ചേരി വഴിയും കോഴിക്കോട് ഭാഗത്തു നിന്നുള്ളവ ചേളാരി, കക്കാട് വഴിയും പോകണം. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കോട്ടയം മന്ദിരം ആശുപത്രി OP വിഭാഗത്തിന് നാളെ അവധിയായിരിക്കും. അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുമെന്ന് മെഡിക്കൽ സൂപ്രണ്ട് അറിയിച്ചു. കൊല്ലം മോച്ചിറയിൽ നടത്തുന്ന ലങ്കാടി സംസ്ഥാന ജൂനിയർ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിനുള്ള കാസർഗോഡ് ജില്ലയിലെ പെൺകുട്ടികളുടെ ടീമുകളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സെലക്ഷൻ ട്രയൽസ് നാളെ നടക്കും. നാളെ രാവിലെ 10-ന് തൃക്കരിപ്പൂർ VPP മുഹമ്മദ് കുഞ്ഞി പട്ടേലർ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സെലക്ഷൻ ട്രയൽസ് നടക്കും. ആലപ്പുഴ മങ്കൊമ്പ് AC റോഡിൽ നാളെ ഗതാഗത നിയന്ത്രണം. കൈനഗിരി ജംഗ്ഷൻ മുതൽ കൈനഗിരി പഞ്ചായത്ത് ഓഫീസ് വരെയുള്ള ഭാഗത്ത് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാലാണ് നിയന്ത്രണം. നോക്കാമിനി ഇപ്പോൾ കിട്ടിയ വാർത്തകൾ. എറണാകുളം കരിമുകളിൽ ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. ജോർജ് എന്നയാളാണ് മരിച്ചത്. ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ രാത്രി 8 മണിയോടെയാണ് അപകടം. ഗസ നഗരത്തിൽ വീണ്ടും ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ സൈന്യം. ഗസ നഗരത്തെ സൈന്യം വളഞ്ഞതായി പ്രതിരോധ മന്ത്രി. കൊച്ചി തീരത്ത് മീൻപിടുത്തത്തിന് പോയ വള്ളത്തിൽ കപ്പലിടിച്ചു. പ്രത്യാശ എന്ന വള്ളത്തിലാണ് കപ്പലിടിച്ചത്. അപകടത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.